നമസ്കാരം. बहुत सारे लोगों को ना उनको खुजली इस बात की मची है कि साहब झगड़ा तो हो रहा है ईरान के इजराइल के बीच में और वो बीच में ना अपनी टंगड़ी घुसाए पड़े हैं। भाई अगर इतनी दिक्कत है तो आप बैठ जाओ जहाज में, जब जहाज लेने जा रहा है वहां ईरान में फंसे हुए भारतीयों को, तो जहाज में बैठ जाओ और चले जाओ और जाओ लड़ो ईरान की तरफ से, लौट के आ जाओ। लेकिन किसी दूसरे दो देशों के बीच में झगड़ा हो रहा है और उस झगड़े का अगर हमारे देश में कानून व्यवस्था पर कोई असर पड़ेगा तो हम फिर इलाज करेंगे बहुत बढ़िया वाला। कहीं पर किसी भी प्रकार का किसी नमाज में, अलविदा की नमाज में या जुमे की नमाज में कोई भी किसी प्रकार के किसी देश के विरोध में, किसी के विरोध में कोई स्लोगन, कोई पट्टी, कोई नारा, ये नहीं होना चाहिए। हम हिंदुस्तानी हैं, हम भारतीय हैं, हम यहाँ सुकून से रह रहे हैं। दो देशों के बीच में, चार देशों के बीच में जो लड़ाई हो रही है वो उनके अपने अंतर्राष्ट्रीय मुद्दे हैं, वो जानेंगे उसके लिए। लेकिन कोई आदमी आए साहब, 10 आदमी खड़े होकर छाती पीट रहे हैं, हाय 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 साहब ईरान को मार डाला, ईरान को मार डाला। अरे भाई इतना वो है तो चले जाओ ईरान, इसको जाना। ഉത്തർപ്രദേശിലെ സാംബാൽ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് അവിടെയുള്ള കുറച്ച് മത നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്, അതൊക്കെ അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ അല്ലെങ്കിൽ അതിനെ നിയോഗിക്കപ്പെട്ടവർ ഇന്ത്യയിലുണ്ട്, അവരത് നന്നായിട്ട് ചെയ്തോളും. അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർക്കൊക്കെ പിന്തുണ നൽകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അവിടെ പോയി ചെയ്യുക. ഇവിടെ അതിൻ്റെ പേരിൽ തെരുവിലിറങ്ങിയാൽ ആദ്യം അടി പിന്നെ വെടി എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. ഇങ്ങനെ കുറച്ച് യുദ്ധങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, അതൊന്നും നമ്മളെ ബാധിക്കാത്ത കാര്യമാണ്, അന്താരാഷ്ട്ര വിഷയമാണ്. അന്താരാഷ്ട്ര വിഷയത്തിൽ ഇതിൻ്റെ അനന്തരപരമായിട്ട് ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ഗ്യാസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷാമം വരും. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്, അത് അവർ ചെയ്തോളും. നിങ്ങൾക്ക് അവരിൽ ആരോടെങ്കിലുമൊക്കെ പക്ഷം പിടിക്കണമെന്നൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പക്ഷം പിടിക്കുക. അതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വസ്തുവകകൾ നശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങിയാൽ കൈകാര്യം ചെയ്യും. ആദ്യം അടി പിന്നെ വെടി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത്. ആർജവമുള്ള അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുള്ള ഫ്രീ ഹാൻഡ് ഈ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ പോലീസ് മേധാവികൾ ഇതുപോലെ മത നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇറാനും ഇസ്രയേലും അമേരിക്കയും കൂടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ പേരിൽ നിങ്ങളിവിടെ തെരുവിലിറങ്ങരുത് എന്ന് പറയാം. തെരുവിലിറങ്ങിയാൽ ഞങ്ങൾ നേരിടുമെന്ന് പറയും എന്ന് തോന്നുന്നുണ്ടോ ഇവിടെയുള്ള പോലീസ് മേധാവികൾ? ഇല്ല. കാരണം ഇവിടെ ഈ മനുഷ്യാവകാശവും മറ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രതിഷേധ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കയറൂരി വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്നതാവരുത്, അല്ലെങ്കിൽ അവർക്ക് ദ്രോഹം ചെയ്യുന്ന തരത്തിലാവരുത്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അത് അവരുടെ കാര്യമാണ്. നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചാൽ ആ യുദ്ധമൊന്നും നിർത്താൻ പറ്റില്ല. അന്താരാഷ്ട്ര തലത്തിൽ ചില സന്ധി സംഭാഷണങ്ങൾക്കൊക്കെ അതിന് ഇടനില നിൽക്കാനൊക്കെ പറ്റൂ, അല്ലാതെ നമ്മുടെ വിഷയമല്ല അവർ തമ്മിൽ അടിക്കുന്നത്, ഇന്ത്യയുടെ വിഷയമേ അല്ല. ഇന്ത്യയും അടക്കം എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. കാരണം ലോകം പരസ്പരം കൊണ്ടും കൊടുത്തും തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നു, ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ അല്ലാതെ ഒരു രാജ്യത്തിനും, എന്തിന് അമേരിക്കയോ ഇസ്രായേലോ ഒരു രാജ്യത്തിനും അങ്ങനെ അല്ലാതെ ഇവിടെ നിലനിൽപ്പില്ല. അതാണ് ലോകത്തിൻ്റെ ഒരു രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കെടുതികൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ മനുഷ്യൻ ഏത് പ്രതിബന്ധം വന്നാലും അതിനെ തരണം ചെയ്ത് പുതിയ മാർഗത്തിലേക്ക് പോകുന്നതാണ് മനുഷ്യൻ്റെ ജീനിൽ തന്നെയുള്ള ഒരു പ്രത്യേകത. നമ്മളും ആ പ്രതിസന്ധി തീർച്ചയായിട്ടും തരണം ചെയ്യും. അതതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യുദ്ധം നടക്കുന്നു, അവരെ പിന്തുണയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് തെരുവിലിറങ്ങിയാൽ പണി കിട്ടും എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് പറയാൻ ആ പോലീസ് സൂപ്രണ്ടിന് ധൈര്യമുണ്ടാകുന്നത് അതേപോലെ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി അവിടെ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്.